നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ 85% പൂർത്തിയായി. VN വാസവൻ. വിഴിഞ്ഞം തുറമുഖ പദ്ധതി നിർമ്മാണം 85% പൂർത്തിയായെന്ന് മന്ത്രി VN വാസവൻ. അവസാനഘട്ട തീരുമാനമെടുക്കുന്നതിനായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചർച്ച നടക്കുമെന്നും മന്ത്രി അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കമ്പനിക്ക് പണം അനുവദിക്കാൻ ഹഡ്കോ മുന്നോട്ട് വെച്ച നിബന്ധനകൾ സർക്കാർ അംഗീകരിച്ചിരുന്നു. വിസിലെടുക്കുന്ന വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകാനാണ് തീരുമാനം. ജൂൺ അവസാനം ട്രയൽ നടത്താനാകും. ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ BJP നേതാക്കൾ ശ്രമിച്ചില്ല. മോദിയുടെ വ്യക്തിപ്രഭാവത്തിൽ മതിമറന്നു. വിമർശനവുമായി RSS മുഖപത്രം. BJPക്കെതിരെ വിമർശനവുമായി RSS മുഖപത്രം. ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ BJP നേതാക്കൾ ശ്രമിച്ചിട്ടില്ലെന്നും മോദിയുടെ വ്യക്തിപ്രഭാവത്തിൽ മതിമറന്നെന്നും ലേഖനത്തിൽ വിമർശിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ BJP എടുത്ത ഓരോ തീരുമാനങ്ങളും തെറ്റിപ്പോയെന്ന് നിരത്തിക്കൊണ്ടാണ് വിമർശനം. നിലനിൽപ്പിനായി അപേക്ഷിക്കുന്നവരോട് ബാലിശമായ യുദ്ധങ്ങൾ നടത്തില്ല. ജോസ് കെ മാണിക്കെതിരെ ബിനു പുളിക്കക്കണ്ടം. ജോസ് കെ മാണിക്കെതിരെ പാലാ നഗരസഭ CPM പാർലമെന്ററി പാർട്ടി ലീഡർ ബിനു പുളിക്കക്കണ്ടം. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിൽ CPM അണികൾക്കും എതിർപ്പുണ്ട്. ജോസ് കെ മാണി ജനങ്ങളിൽ നിന്ന് മോടി ഒളിക്കുകയാണ്. ജനങ്ങളെ നേരിടാൻ മടിയുള്ളത് കൊണ്ടാണ് രാജ്യസഭയിലേക്ക് പോകുന്നത്. പിൻവാതിലിലൂടെ അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും ബിനു പുളിക്കക്കണ്ടം പ്രതികരിച്ചു. മോഹൻ ഭാഗവതിന്റെ മണിപ്പൂർ പരാമർശം പ്രതിരോധത്തിലായി BJP. നരേന്ദ്രമോദിക്കുള്ള വിമർശനമെന്ന് കോൺഗ്രസ്. RSS മേധാവി മോഹൻ ഭാഗവതിന്റെ മണിപ്പൂർ പരാമർശത്തിൽ പ്രതിരോധത്തിലായി BJP. പരാമർശം നരേന്ദ്രമോദിക്കുള്ള വിമർശനമെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. മണിപ്പൂരിൽ പോകാത്ത മോദി RSS മേധാവിയുടെ വാക്കുകൾ കേൾക്കുമോ എന്ന് ജയറാം രമേശ് ചോദിച്ചു. എന്റെ പൊന്നു മോളാണ് പരാതി നൽകിയത് മുറിവുകൾ കണ്ട്. പന്തിരാങ്കാവ് കേസ് മൊഴിമാറ്റത്തിൽ പിതാവ്. മകളുടെ ശരീരത്തിലെ മുറിപ്പാടുകൾ കണ്ടിട്ടാണ് പരാതി നൽകിയതെന്ന് പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരിയുടെ പിതാവ്. മകൾ അത് തിരുത്തി പറഞ്ഞത് സമ്മർദ്ദം കാരണമാണെന്നും പിതാവ് പറഞ്ഞു. രക്ഷപ്പെടാൻ പ്രതി രാഹുൽ ഒരുക്കിയ കിടിയാണിത്. ശരീരത്തിൽ പാടുകൾ കണ്ടതിന്റെയും അവൾ പറഞ്ഞതിന്റെയും അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയത്. മകളെ കൃത്യമായി അറിയാം. അവളെ സമ്മർദ്ദത്തിലാക്കിയാണ് മൊഴി മാറ്റിച്ചതെന്നും പിതാവ് പറഞ്ഞു. കന്നഡ സൂപ്പർ താരം ദർശൻ കൊലക്കേസിൽ അറസ്റ്റിൽ. കന്നഡ സൂപ്പർ താരം ദർശനെ കൊലക്കേസിൽ ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാംഗ്ലൂരിന് അടുത്തുള്ള സോമനഹള്ളിയിൽ കഴിഞ്ഞ ദിവസം രേണുക സ്വാമി എന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഈ കേസിലാണ് താരം അറസ്റ്റിലായത്. ദർശന്റെ സുഹൃത്ത് പൗത്ര ഗൌഡയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചതിന്റെ പേരിലാണ് കൊലപാതകമെന്നാണ് പോലീസ് അറിയിച്ചത്. തൃശൂർ പൂരം അപകടരഹിതമായി നടത്തും. കേരളത്തെ ടൂറിസം ഡെസ്റ്റിനേഷനാക്കും സുരേഷ് ഗോപി. കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പുകളിൽ സഹമന്ത്രിയായി സുരേഷ് ഗോപി MP ചുമതലയേറ്റു. കേരളത്തെ ടൂറിസം ഡെസ്റ്റിനേഷനാക്കും. പുതിയ ടൂറിസം സ്പോട്ടുകൾ കണ്ടെത്തും. അപകടരഹിതമായി തൃശൂർ പൂരം നടത്തും. സിനിമയും മന്ത്രിപദവും ഒരുമിച്ച് കൊണ്ടുപോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. മദ്യനയ കോഴ വിവാദം. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകന് ക്രൈംബ്രാഞ്ച് നോട്ടീസ്. മദ്യനയ കോഴ വിവാദം. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് ക്രൈംബ്രാഞ്ച് നോട്ടീസ്. ബാർ ഉടമകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്നു അർജുൻ എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഗ്രൂപ്പിൽ ഇപ്പോഴും അർജുൻ രാധാകൃഷ്ണൻ ഉണ്ട്. വെള്ളിയാഴ്ച ജവഹർ നഗറിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം.
സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടി പവന് 120 രൂപ വർദ്ധിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കൂടി 120 രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില 52,680 രൂപയായി. ഗ്രാമിന് 15 രൂപയാണ് വർദ്ധിച്ചത്. 6,585 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. ഒരു ഗ്രാം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 6,585 രൂപയാണ്. ഒരു ഗ്രാം 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 5,480 രൂപയുമായി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.